ഒരു കുട്ടിയുടെ മരണത്തിനിടയാക്കിയ ഒരു കുളം കൂടിയാണ്. ഇതിൻ്റെ കാല് കണ്ടോ നിങ്ങൾ? ഇതാണ് അവസ്ഥ. ക്യാമ്പിംഗ് മലയാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്ത് കോട്ടക്കലെത്തിയിട്ടോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മനാഫ്ബായ് ഉണ്ട്. മനാഫ്ബായുടെ ഹെൽമെറ്റൊക്കെ കിട്ടിയിട്ടൊന്ന് മനസ്സിലാവും. ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ മനാഫ്ഖാൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത് കേട്ടോ. അതാ ഒന്നങ്ങനെ മനാഫ്ഖാൻ പറയും. അത് നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ശിഹാബ് തറവാട് കൊണപ്പണക്കൽ തറവാടൊക്കെ ഒന്ന് പോയി കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്ലാനിങ് പാണക്കാട് പോകാന്നുള്ള പ്ലാനിങ്ങിൽ പോവാണ്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ കേട്ടോ. ഇതുണ്ടോ നമ്മളിവിടെ മനാഫ്ബായ് ഉണ്ട്. നല്ല മഴയാണ്. അപ്പോൾ വലിയൊരു ഉപകാരം ഉണ്ടായി, നമുക്ക് വലിയൊരു ഗുണം ഉണ്ടായി. തങ്ങളെ കാണാൻ കഴിഞ്ഞു. നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച നല്ല ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. അപ്പോൾ നമ്മൾ ജുമ്മ കഴിഞ്ഞു, ഇവിടുത്തെ പള്ളിയിൽ വന്ന്, അതുപോലെ മക്ബറ സിയാറത്ത് കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. മഴയത്താണ് എൻ്റെ കോലം കണ്ടില്ലേ. അപ്പോൾ നമ്മളിത് ഇവിടെ എന്താ സ്ട്രൈറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അങ്ങനെ എന്തോ ഉണ്ട്. നമ്മുടെ കൂടെ വന്ന മനാഫ്ബായ്ക്ക് 30 പോലെ എന്തോ സ്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് എന്തോ ജോലിയാണ് ചെയ്യുന്നത്. അത് അവിടെ നിന്ന് വിസിറ്റ് ചെയ്യാറ് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് ഞാനിത് ഇവിടെ പോസ്റ്റാണ്. ഇതുകൊണ്ട് വേങ്ങരയിൽ നമ്മൾ ഇന്നലെ കണ്ട ഒരു സുഹൃത്തുണ്ട്, അവനൊന്ന് കാണാൻ പറ്റും. ഇവിടുന്ന് കുറച്ചുള്ളൂ വേങ്ങര എന്ന് പറഞ്ഞു. നമ്മൾ നേരെ വേങ്ങരയിലോട്ട് പോകും. മനാഫ്ബായിൻ്റെ ക്ലാസ്സും എന്താണ് ഇവിടെ ചുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? മീറ്റിംഗ് പൊളിയായിരുന്നു. അലാഖിൻ്റെ ഒരു കുന്നിലെ ഒരു കുന്നിൻ്റെ പോലെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു കേട്ടോ. മഴക്കാരുണ്ടോ? അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് സൽമാൻ എന്ന് പറഞ്ഞ ഒരു ഫോളോവറാണ്, നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ്. വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ന് വിളിച്ച പോലെ കേട്ടോ. ഇപ്പം ഉള്ളത് വേങ്ങരയിലാണ്, നമ്മൾ എത്തിയിരിക്കുന്നത് വേങ്ങരയിലാണ്. നമ്മളിതാ ഇന്നലെ കണ്ട മുത്ത് ഇവിടെ കണ്ടിട്ടുണ്ട്. ബ്രോ ഇങ്ങോട്ട് നോക്കിയാ, ഇങ്ങോട്ട് നോക്കണോ? എടാ അതാരിത്, സുഖല്ലേ? ഇപ്പം കണ്ട പോലെ ഫുഡ് കഴിച്ചാ? ചെന്ന് ഞങ്ങൾ കഴിച്ചില്ല, നമുക്ക് കഴിക്കണം. യെസ്, അപ്പം വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിയാണ് ഭക്ഷണം കഴിക്കുക. നമ്മുടെ ഒരു ഫോളോവർ ഇവരുടെ ഷോപ്പ് ഇവിടെ എടുത്താന്ന് പറഞ്ഞു, വേങ്ങരയുടെ ചെറു റോഡ് എടുത്താന്ന് പറഞ്ഞ് നമ്മൾ ആ ഷോപ്പിൽ പോകണം, ഭക്ഷണം കഴിക്കുന്നു. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്, ഒരു ഏക്കറാണ്. എത്രടാ? 1 ഏക്കറിലെ കുളം. അവിടെ അല്ലേ ഇപ്പം അടുത്തൊരു അപകടം നടന്നേ? ആ കുളം നമുക്കൊന്ന് പോയി കാണണം. ആണോ? അങ്ങനെ നമ്മൾ എത്തി. അൺലിമിറ്റഡ് ബിരിയാണി. ഷാഫി ബ്രോ ഇവിടെ കടയിലെത്തിയിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ പോകാൻ കേട്ടോ. നമ്മുടെ ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിനി പറയടാ, എന്നാണ് ആ മരണം നടന്ന കുളത്തിൻ്റെ മുന്നേ? 2 ദിവസം മുമ്പ്. ഭയങ്കരയുള്ള ഏകദേശം 1 ഏക്കറിലുള്ള ഒരു കുളമാണ്. അത് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ കുളം കാണാൻ പോവാണ്. നിങ്ങൾക്ക് ആ കുളത്തിൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് കേട്ടോ. നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ കോമഡി എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള മനാഫ്ക ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് വന്നാണ്. ഒരു കടയിൽ നമ്മൾ ട്രൗസറൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒപ്പരും അപ്പുറത്തെ വേറൊരു കുളമുണ്ട്, അവിടെ കുളിക്കാറിറങ്ങാന്നൊക്കെ പറയുന്നുണ്ട്. സേഫായിട്ട് ഇറങ്ങാൻ നോക്കണം. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അവിടെ കാണുന്നതാണ് കുളം. പക്ഷെ നമ്മളിത് നൈസായിട്ട് ഒന്ന് ഇറങ്ങാനുള്ള പ്ലാനിങ്ങിനാണ് കേട്ടോ. എൻ്റെ ബാഗുണ്ട്, ബാഗ് എവിടെയെങ്കിലും സൈഡാക്കാൻ പറ്റുമോ നോക്കണം. പക്ഷെ നല്ല കനുണ്ട്. ഞങ്ങളെല്ലാവരും ഇതാ പോവാം. നമ്മളാ കുളത്തിൻ്റെ ഭയങ്കര ടാസ്ക്കാണ്. മഴക്കാലമായതുകൊണ്ട് അങ്ങോട്ട് ആക്സസ് ഇല്ല. പാടം ഫുള്ള് നിറഞ്ഞൊഴിക്കൊണ്ട് ആരും ഇപ്പം ഇല്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആ ഏരിയ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓ ആ കാണുന്ന അതാണ് കേട്ടോ നമ്മുടെ കുളം. വെള്ളാടോ ഒരു ഇതിൻ്റെ കാല് കണ്ടോ നിങ്ങൾ? ഇതാണ് അവസ്ഥ മഴക്കാലത്ത്. എൻ്റെ ഷൂ എവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ കുളത്തിലോട്ട് പോകാം കേട്ടോ. അതാണ് മിനിയൂട്ടി മല കേട്ടോ. തൊട്ടപ്പുറത്ത് കോട ഇറങ്ങിക്കണുണ്ട്. എന്ത് രസമല്ലേ, മനോഹരമായ കാഴ്ചയാണേ. ഞങ്ങളിത് അങ്ങോട്ട് നടക്കുകയാണ്. പൊളി. നമ്മളിതേ കുളത്തിൻ്റെ അടുത്തോട്ട് പോകട്ടോ. തെന്നും ഓ ടാസ്ക് കിട്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കണല്ലോ.
മുട്ട് വരെ വെള്ളമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം വേങ്ങരയുള്ള ഏക്കർ കുളത്തിലാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ട് കഴിഞ്ഞൊരു കാര്യമായിരിക്കും. ഒരു കുട്ടിയുടെ മരണത്തിനിടയാക്കിയ ഒരു കുളം കൂടിയാണ് അത്. അത്യാവശ്യം ഒരു ഏക്കർ സൈസ് വലിപ്പമുണ്ട് ഇത്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നീന്തി കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നീന്തൽ അറിയുന്ന ആളുകൾ തന്നെ ആയിരിക്കും. ഞാനും അറിയും. ഞാൻ എപ്പോഴും സേഫ്റ്റി നോക്കുന്ന ആൾ. ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഒരു നാട്ടിൽ പോയാൽ ഒരു ലോക്കൽ സപ്പോർട്ട് ഇല്ലാണ്ട് ഞാൻ ഒരിക്കലും ഒരു കുളത്തിൽ ചാടാറില്ല. അവരുടെ കറക്റ്റ് ഡീറ്റെയിൽ ചോദിച്ചിട്ടേ ചാടാറുള്ളൂ. മഴക്കാലമാണ്, നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക. ഞാനടക്കം സൂക്ഷിച്ചിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ മുനാഫ് ഭായ് ഉണ്ട്. ഇതാണ് ആ കുളം. മനോഹരമായ കുളമാണ് കേട്ടോ. മനോഹരമായ സ്ഥലമാണ്. ചുറ്റും പാടമാണ്. ഏക്കറക്കുളത്തിലൊക്കെ വന്നിട്ട് കുളിച്ചിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ അവിടെ കാണാൻ പറ്റുന്നല്ലോ, കോട, ലൈവ് കോട. അതാണ് കേട്ടോ മറ്റേ മിനി ഊട്ടിയുള്ള മല. മിനി ഊട്ടിയുടെ മലയാണ് കാണുന്നത്. ലൈവ് കോട ഇറങ്ങുന്നുണ്ടല്ലോ നിങ്ങൾ കണ്ട. മനോഹരമായ കാഴ്ചയല്ലേ. അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിട്ടാണ് വന്നത്. കാരണം ചുറ്റും പാടമാണ്. അവിടുന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏക്കർക്കുളം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുളത്തിൽ കുളിക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഇതൊക്കെ സ്വിമ്മിങ് പൂളിൻ്റെ അവസ്ഥയാണ്. മനോഹരമായ താഴ്വാരത്തിൻ്റെ അടിയിലാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചിറ്റലിക്കോട്, എന്താണ് കിണ്ണലിക്കോടാ, കിണ്ണലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെ ചിറ്റടിക്കുളം ഉണ്ട്. ചിറ്റടിക്കുളം മനോഹരമായ കുളമാണ്. വേറെ നല്ല പരിപാടി, കുളിക്കണം. നല്ല ടയേർഡാണ്. അപ്പോൾ എടുത്ത് ചാടണം കേട്ടോ. സ്ഥലം നോക്കി കുട്ടികളൊക്കെ നീന്തലൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഫുള്ള് സെറ്റാണ്. സോ നേരെ ചാടുന്നു. ഞാൻ തിരൂര്, ഞാൻ തൃശ്ശൂര്, ഷൊർണൂര്. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് കൗതുകം തോന്നിയ കാര്യം വെച്ചാൽ ഇവിടെ ചെറിയ ചെറിയ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇന്ന് നീന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ അധികം മഴയില്ല. അപ്പോൾ എല്ലാവരും പരമാവധി കുട്ടികളാണ് നീന്തൽ പഠിക്കാൻ ശ്രമിക്കുക, അതുപോലെ പഠിപ്പിക്കാനും ശ്രമിക്കുക. നമ്മളിതാ ഇവിടെ കോട്ടക്കലാണ്, പമ്പിലാണ് സ്റ്റേ അടിക്കാനുള്ള പ്ലാനുള്ളത്. ഭാരതിട്ട ചെങ്കോട്ടി ഒരു സ്റ്റേ അടിക്കാൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, സ്ഥലമൊക്കെ പറഞ്ഞു. പെണ്ണടിക്കണം. പക്ഷെ ആകെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയുണ്ട്. വിലമ്പായിട്ടില്ല. അപ്പം അതിനിടയിൽ നമ്മുടെ 2 ഫോളോവേഴ്സ് നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഒരാളാ പേര് പറയടാ, പേര് പറയും. ഇതിൽ കണ്ണൂരുകാരനാട്ടാ. ഷമീർ അൽഖ്വയ്ദ പറയുന്നല്ലേ. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ടെൻ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ടെൻറ്റും പരിപാടിയൊക്കെ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്.